suppose AK and BK are sequence AK and sequence BK are two sequences satisfying one is less than or equal to sequences. All the terms of this sequence are positive elements, non-zero elements, non-negative elements. If in this case, suppose larger series converges, then smaller series converges. Suppose smaller series diverges, then larger series diverges. This is the comparison test. Proof. സ്റ്റേറ്റ്മെന്റ് എഴുതിയായിരുന്നു. സ്റ്റേറ്റ്മെന്റ് എഴുതിക്കോ, അത്യാവശ്യം പ്രധാനമാണ്, വളരെ പ്രധാനമാണ്. സ്റ്റേറ്റ്മെന്റ് എഴുതിക്കോ. സ്റ്റേറ്റ്മെന്റ് എഴുതിക്കോളെ. Sigma sequence AK and sequence BK are sequences satisfying 0 less than or equal to AK less than or equal to BK. അല്ലെ, രണ്ട് സീക്വൻസുകൾ രണ്ടും പോസിറ്റീവ് സീക്വൻസുകളാണ്. ഒന്ന് മറ്റേതിനേക്കാളും വലുതാണ്. നോൺ നെഗറ്റീവ് സീക്വൻസുകളാണ്. ഒന്ന് മറ്റേതിനേക്കാളും വലുതാണെങ്കിൽ വലിയ സീരീസ് കൺവേർട്ട് ചെയ്താൽ ചെറിയ സീരീസ് കൺവേർട്ട് ചെയ്യും, വലിയ ചെറിയ സീരീസ് ഡൈവേർട്ട് ചെയ്താൽ. ഇപ്പൊ ഡൈവർജൻസിന്റെ ശ്രദ്ധിച്ചോളാം. ഇവിടെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ കൺവേർട്ട് ചെയ്യും, ഇവിടെ ഡൈവേർട്ട് ചെയ്യുമ്പോഴാണ് ഇവിടെ ഡൈവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം ഒരു സീരീസ് കൺവേർട്ട് ചെയ്യുന്ന എപ്പോഴൊക്കെയാണ്, ഒരു സീരീസ് കൺവേർട്ട് ചെയ്യുന്ന എപ്പോഴൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സീരീസിന്റെ കൺവർജൻസിനെ പറ്റി നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു സീരീസ് ഏതൊക്കെ സിറ്റുവേഷനിലാണ് കൺവേർട്ട് ചെയ്യണേ? സിഗ്മ എ കെ എന്ന സീരീസ് k is equal to 1 to infinity സിഗ്മ എ കെ എന്ന സീരീസ് കൺവേർട്ട് ചെയ്യുന്ന എപ്പോഴാ? Suppose Sm is the sequence of partial sum. ഒരു പാർഷ്യൽ സം സീക്വൻസ് ആണ് Sm. അല്ലെ? Suppose if sequence Sm is convergent, sequence Sm converge ചെയ്യുകയാണെങ്കിൽ then series AK converge ചെയ്യും. അല്ലെ? പാർഷ്യൽ സം സീക്വൻസ് ഡൈവേർജ് ചെയ്താൽ സീരീസ് ഡൈവേർജ് ചെയ്യും. ഇനി അല്ലാതെ ഒരെണ്ണം പഠിച്ചല്ലോ, വേറെ ഏതെങ്കിലും ക്രൈറ്റീരിയ അറിയാമോ ഒരു സീരീസ് കൺവേർട്ട് ചെയ്യാൻ? പറയാൻ പറ്റുമോ വേറെ ഏതെങ്കിലും ക്രൈറ്റീരിയ? ഇത് ബേസിക് ഡെഫിനേഷൻ ആണ് അല്ലെ, ഒരു സീരീസ് കൺവേർട്ട് ചെയ്യാനുള്ള ബേസിക് ഡെഫിനേഷൻ ആണ്. എന്താ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർഷ്യൽ സം സീക്വൻസ് കൺവേർട്ട് ചെയ്താൽ ആ സീരീസ് കൺവേർട്ട് ചെയ്യും. ശരിയല്ലേ? വേറെ ഏതെങ്കിലും പറയാൻ പറ്റുമോ? ഏതെങ്കിലും പറയാൻ പറ്റുമോ? വേറെ ഏതെങ്കിലും പറയാൻ പറ്റുമോ?
വേറെ ഏതെങ്കിലും പറയാൻ പറ്റുമോ? നമ്മള് Cauchy's criteria പഠിച്ചില്ല. Cauchy's criteria for a convergence of a series എന്താണ്? Cauchy's criteria. Cauchy's criteria എന്താ? A series sigma ak is converges. A series sigma ak converges if and only for every epsilon greater than 0 there exists a natural number n such that whenever small n comma small m greater than or equal to small n greater than small m greater than or equal to n, to follows that modulus of am plus 1 plus am plus 2 plus etc plus an less than epsilon. ഓർമ്മയുണ്ടോ? അത് Cauchy's criteria ആയിട്ട് പഠിച്ചതാണ് സീരീസിന്റെ കൺവർജൻസിൽ. സീരീസിന്റെ കൺവർജൻസിന് Cauchy's criteria എന്ന രീതിയിൽ പഠിച്ചതാണ് അല്ലെ. സീരീസിന്റെ കൺവർജൻസിന് നമ്മളിത് പറഞ്ഞു. അപ്പോ ഈ ഇത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. കൺവർജൻസ് ആണെങ്കിൽ ഇതുണ്ടാവും, അല്ലെങ്കിൽ ഇതുണ്ടെങ്കിൽ കൺവർജൻസ് ആവും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മോണോട്ടോൺ കൺവർജൻസ് തിയറം വെച്ചും പ്രൂവ് ചെയ്യാം. മോണോട്ടോൺ കൺവർജൻസ് തിയറം വെച്ച് പ്രൂവ് ചെയ്യാൻ വേണ്ടി എക്സസൈസിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ രണ്ട് രീതിയിൽ ഒരു സീരീസ് കൺവർജ് ആവാൻ വേണ്ടി ബേസിക് ഡെഫിനിഷൻ തന്നെ രണ്ട് രീതിയിലുണ്ട് അല്ലെ. ഒന്ന് Cauchy's criteria, മറ്റത് ബേസിക് ഡെഫിനിഷൻ. ഇനി ഇപ്പോ sequence Sn and sequence Tn denote the nth partial sums of, അതായത് സിഗ്മ എ കെന്റെ nth പാർഷ്യൽ സമ്മിനെ സിഗ്മ സീക്വൻസ് എസ് എൻ എന്നും സിഗ്മ ബി കെ എന്ന സീരീസിന്റെ nth പാർഷ്യൽ സമ്മിനെ sequence T എന്ന് എടുക്കാൻ പോവാണ്. Let a sequence Sn and sequence Tn denote the nth partial sums of the series sigma a k and sigma bk respectively. അപ്പോ സിഗ്മ എ കെ എന്ന സീരീസിന്റെ nth പാർഷ്യൽ സമ്മിനെ സീക്വൻസ് എസ് എൻ എന്നും പാർഷ്യൽ സം സീക്വൻസിനെ സിഗ്മ ബി കെ എന്ന സീരീസിന്റെ nth പാർഷ്യൽ സം സീക്വൻസിന് സീക്വൻസ് ടി എൻ എന്ന് എടുക്കുകയാണ്. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് സീക്വൻസ് എസ് എൻ ആണ്. ഈ സീരീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് സീക്വൻസ് ടി എൻ ആണ്. സീക്വൻസ് എസ് എന്നും സീക്വൻസ് ടി എന്നും സീരീസ് എസ് എ കെയുടെയും സീരീസ് ബി കെയുടെയും nth പാർഷ്യൽ സംസ് ആയിട്ട് എടുക്കുന്നു. ഇനി ഒരു കാര്യം അറിയാം, given both are non-negative series, given both are non-negative, hence sequence Sn and sequence Tn are increasing sequenceകളല്ലേ. രണ്ടും ഇവിടെ വരുന്ന ടേംസ് ആരൊക്കെയാ? ആക്ച്വലി S1 എന്ന് പറയുന്നത് ആരാണ്? A1.
S2 എന്ന് പറയുന്നത് ആരാ? A1 പ്ലസ് A2. S3 എന്ന് പറയുന്നത് ആരാ? A1 പ്ലസ് A2 പ്ലസ് A3. ഇങ്ങനെ പോവാ. അതുപോലെ Tn ആരാ? T1 ആരാണ്? B1. T2 ആരാണ്? B1 പ്ലസ് B2 അല്ലെ? T3 ആരാ? B1 പ്ലസ് B2 പ്ലസ് B3. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇങ്ങനെ ഒരു സീക്വൻസ് ആയിട്ടില്ലേ പോണേ? അപ്പൊ ഇവിടെ A1 ഇത് A2 പോസിറ്റീവ് ആണ്. അപ്പൊ A1 പോസിറ്റീവ് ആണ്, A2 പോസിറ്റീവ് ആണ്. ആഡ് ചെയ്യുമ്പോൾ വീണ്ടും കൂടിയാലേ വരത്തുള്ളൂ. S1 വലുതായിരിക്കും S2. അതുപോലെ തന്നെ A3 പോസിറ്റീവ് ആണ്. അപ്പോൾ S2 വലുതായിരിക്കും S3. ഇങ്ങനെ വെക്കൊണ്ടേയിരിക്കും. അതേപോലെ തന്നെയാണ് T1, T2, T3 അങ്ങനെ പോകുന്നത്. B1 B2 ഒക്കെ പോസിറ്റീവ് അല്ലേ? അപ്പൊ ഇങ്ങനെ കൂടിയാ പോകുന്നത്. അപ്പൊ രണ്ടും ഇൻക്രീസിങ് സീക്വൻസുകളാണ്. രണ്ട് സീക്വൻസസും ഇൻക്രീസിങ് സീക്വൻസസാണ്. രണ്ട് സീക്വൻസുകളും ഇൻക്രീസിങ് സീക്വൻസുകളാണ്. ഇനി മറ്റൊരു കാര്യമുണ്ട്. ഇപ്പൊ ഇവിടെ സിൻസ് AK ലെസ് ദാൻ ഓർ ഈക്വൽ ടു അങ്ങനെ പറയുന്നുണ്ടല്ലോ അവര് അല്ലെ? AK ലെസ് ദാൻ ഓർ ഈക്വൽ ടു BK എന്ന് പറയുന്നുണ്ടല്ലോ. ഫോർ ഓൾ K എലമെന്റ് ഓഫ് N implies when we see that AK ലെസ് ദാൻ ഓർ ഈക്വൽ ടു BK ആണെങ്കിൽ AK ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്മ AK ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർഷ്യൽ സം സീക്വൻസ് അല്ലേ SN. അപ്പോൾ SN ലെസ് ദാൻ ഓർ ഈക്വൽ ടു TN for all. ശരിയല്ലേ? അപ്പോ സീരീസ് അല്ലെ, സീരീസ് ഉണ്ടാവാൻ ബേസ് ആയിട്ടുള്ള സീക്വൻസുകൾ ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർഷ്യൽ, ആ സീരീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർഷ്യൽ സം സീക്വൻസുകൾ ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിരിക്കും. അപ്പൊ നമുക്ക് ഒന്നാമത് പറയാനുള്ളത് ഇപ്പോ സിഗ്മ BK കൺവേർട്ട് ചെയ്യുന്നെങ്കിൽ സിഗ്മ AK കൺവേർട്ട് ചെയ്യുന്ന പോലെയാണ്. അപ്പൊ എന്താ അസ്യൂം ചെയ്യുക? ഫസ്റ്റ് അസ്യൂം സിഗ്മ വലിയ സീരീസ് കൺവെർജസ്. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ഈ വലിയ സീരീസ് കൺവെർജ് ചെയ്യുന്നില്ല അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ചെറിയ സീരീസ് കൺവെർജ് ചെയ്യുന്നില്ല പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ വലിയ സീരീസ് കൺവെർജ് ചെയ്യുന്നുവെങ്കിൽ വി ഹാവ് ദെൻ ആര് കൺവെർജ് ചെയ്യും? ഇത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർഷ്യൽ സം സീക്വൻസ് TN, the sequence TN converges. Then the partial sum sequence TN converges. ഈ പാർഷ്യൽ സം സീക്വൻസ് TN കൺവേർജ് ചെയ്യുമ്പോൾ ഇവിടെ TN ഇൻക്രീസിങ് ആണ് അല്ലെ? TN ഇൻക്രീസിങ് ആണ്. അപ്പോൾ TN കൺവേർജ് ചെയ്യുന്നതുകൊണ്ട് TN ബൗണ്ടഡ് ആണ് അല്ലെ? ഒരു സീക്വൻസ് കൺവേർജ് ചെയ്യുന്നെങ്കിൽ ബൗണ്ടഡ് ആയിരിക്കുമല്ലോ. അപ്പൊ അതിന് അപ്പർ ബൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോ TN എന്നത് ഇൻക്രീസിങ് സീക്വൻസ് ആണ്, അത് ബൗണ്ടഡ് എബോവ് ആണ്. അപ്പൊ അതിന്റെ സുപ്രീമത്തിലോട്ടായിരിക്കും അത് കൺവേർജ് ചെയ്യുന്നത്. ശരിയല്ലേ? ബൈ മോണോട്ടോൺ കൺവേർജൻസ് തിയറം. The partial sum sequence TN converges. സീക്വൻസ് ആണ് ഇത്, സീക്വൻസിന്റെ കാര്യത്തില അല്ലെ? That is sequence TN. ഇപ്പോൾ കൺവേർജ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എന്തെടുക്കുന്നു? ഒരു ലിമിറ്റ് എടുക്കും. Let
sequence Tn converges to T. ഒരു റിയൽ നമ്പർ ടിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന എടുക്കുക. സീക്വൻസ് Tn ടിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് T ആരായിരിക്കും? സുപ്രീമം ഓഫ് സെറ്റ് ഓഫ് ഓൾ അല്ലെ, supreme of set of all Tk such that അല്ലെങ്കിൽ Tn Tkയോ എന്തായാലും കുഴപ്പമില്ല, such that n element of n ആയിരിക്കും. എന്താണ് റീസൺ ഉണ്ടോ? Tn പാർഷ്യൽ സം സീക്വൻസ് Tn കൺവെർജ് ആയതുകൊണ്ട് Tn ബൗണ്ടഡ് ആണ്, അതായത് ബൗണ്ടഡ് എബോവ് ആണ്. Tn increasing ആണ്, Tn increasing ആണ്, Tn bounded ആണ്. Tn increasing ആണ്, Tn bounded ആണെങ്കിൽ ഒരു സീക്വൻസ് മോണോട്ടോണിക് ഇൻക്രീസിംഗും ബൗണ്ടഡ് എബോവ് ആണെങ്കിൽ അതിന്റെ അപ്പർ ബൗണ്ടിലോട്ടായിരിക്കും, ലീസ്റ്റ് അപ്പർ ബൗണ്ടിലോട്ടായിരിക്കും കൺവേർട്ട് ചെയ്യുക അല്ലെ? അത് എഴുതണോ അവിടെ? ശരിയല്ലേ? എന്താണ് റീസൺ എന്ന് വെച്ചാൽ ഇവിടെ അങ്ങ് എഴുതുന്നാൽ മതി. സിൻസ് സീക്വൻസ് Tn ഈസ് ഇൻക്രീസിംഗ് and bounded above അല്ലെ? ബൗണ്ടഡ് ആയിരിക്കും. കാരണം എന്താണ്? കൺവെർജ് അല്ലേ? കൺവെർജന്റ് സീക്വൻസ് ബൗണ്ടഡ് ആയിരിക്കും. കൺവെർജന്റ് സീക്വൻസ് Tn എന്ന് വെച്ചാൽ കൺവെർജന്റ് സീക്വൻസ് അല്ലേ? കൺവെർജന്റ് സീക്വൻസ് ബൗണ്ടഡ് ആയിരിക്കും. ബൗണ്ടഡ് ആയിരിക്കും എന്ന് വെച്ചാൽ മീനിങ് എന്താ? അതിന് അപ്പർ ബൗണ്ടുണ്ട്, ലോവർ ബൗണ്ടുണ്ട്. അപ്പോ അപ്പർ ബൗണ്ടിലുള്ള ബൗണ്ടഡ് എബോവ് ആയിരിക്കും. അപ്പൊ ഒരു മോണോട്ടോണിക് ഇൻക്രീസിംഗ് സീക്വൻസ് ബൗണ്ടഡ് എബോവ് ആണെങ്കിൽ അതിന്റെ അപ്പർ ബൗണ്ടിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒരു മോണോട്ടോണിക് ഇൻക്രീസിംഗ് സീക്വൻസ് ബൗണ്ടഡ് എബോവ് ആണെങ്കിൽ അതിന്റെ അപ്പർ ബൗണ്ടിലോട്ട് കൺവേർട്ട് ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് അപ്പോ അപ്പർ ബൗണ്ട് ആകുമ്പോൾ എന്താണ്? ദാറ്റ് ഈസ് Tn less than or equal to T. ശരിയല്ലേ? For all T. T അപ്പർ ബൗണ്ട് അല്ലേ? അപ്പൊ Tn എല്ലാ Tnകളും Tനേക്കാളും ചെറുതോ ഈക്വൽ ആയിരിക്കുമല്ലോ. ഇനി നമുക്കിവിടെ എന്തുണ്ട്? ഇവിടെ Tnനേക്കാളും ചെറുതല്ലേ Sn. അപ്പൊ എന്താവും? ദാറ്റ് ഈസ് Sn less than or equal to Tn less than or equal to T ആയല്ലോ. അപ്പൊ ഇവിടെ നോക്കിയേ, T എന്താവും? Sn for all n ആണ്. For all n ആണ്. For all n എല്ലാ n ശരിയാവും. അപ്പൊ ഇതിന്റെ മീനിങ് എന്താ? Sn less than or equal to T അല്ലേ? അത് മാത്രം കൊടുക്കാമല്ലോ. That is Sn less than or equal to T for all n. Sn less than or equal to T ഒരു റിയൽ നമ്പർ എന്ന് വെച്ചാൽ മീനിങ് എന്താ? S1 less than or equal to S2 അല്ലേ? അതായത് Sn എന്താണ്? ബൗണ്ടഡ് എബോവ് ആണ് അല്ലേ? Therefore thus the sequence Sn is bounded above. Sequence Sn bounded above ആണ്. അപ്പൊ ഇവിടെ നിന്ന് എനിക്ക് എന്ത് കിട്ടി? നമ്മൾ കഴിഞ്ഞ പേജിൽ പറഞ്ഞല്ലോ, Sn ഉം Tn ഇൻക്രീസിംഗ് അല്ലേ? Sn ഇൻക്രീസിംഗ് സീക്വൻസ് അല്ലേ? Tn ഇൻക്രീസിംഗ് സീക്വൻസ് ആണ്. ഇവിടെ നോക്കിയേ, Sn ബൗണ്ടഡ് എബോവ് എന്ന് കിട്ടി. Sn ഇൻക്രീസിംഗ് ആണെന്ന് നമുക്കറിയാമല്ലോ അല്ലേ? already we have Sn sequence Sn is increasing, monotonic increasing. അപ്പൊ increasing ആണ് ബൗണ്ടഡ് എബോവ് ആണല്ലോ. അപ്പൊ എന്തായിരിക്കും? Therefore sequence Sn is എന്താവും?
The monotonic increasing bounded above അല്ലേ? അപ്പോൾ sequence Sn is bounded. Sequence S monotonic increasing bounded അല്ലേ? അപ്പോൾ എന്തായിരിക്കും? Is convergent by monotone convergence theorem. Sequence Sn is convergent. അപ്പോഴോ ഇത് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യും ഇവിടെ സീക്വൻസ് Sn കൺവേർജന്റ് ആണെങ്കിൽ. ഹെൻസ് മോണോട്ടോണിക് ഇൻക്രീസിംഗ് ബൗണ്ടഡ് അബോവ് ആയിട്ടുള്ള സീക്വൻസ് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? മോണോട്ടോണിക് ഇൻക്രീസിംഗ് ബൗണ്ടഡ് അബോവ് ആയിട്ടുള്ള സീക്വൻസ് അതിന്റെ അപ്പർ ബൗണ്ടിലോ ലീസ്റ്റ് അപ്പർ ബൗണ്ടിലോട്ട് കൺവേർട്ട് ചെയ്യും അല്ലേ? ഹെൻസ് സീക്വൻസ് Sn കൺവെർജസ് ടു യെസ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് സീക്വൻസ് Sn. ലീസ്റ്റ് അപ്പർ ബൗണ്ട് സുപ്രീമോ അല്ലേ? ലീസ്റ്റ് അപ്പർ ബൗണ്ട് സുപ്രീമോ അല്ലേ? Supreme of sequence Sn such that n element of n. ഇതാണല്ലോ. അപ്പോൾ എന്തായി? അപ്പോൾ സീക്വൻസ് Sn കൺവേർജസ് ടു S ആണെങ്കിൽ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കൺവേർജസ് ടു S എന്നല്ലേ? ഏത് സീരീസിന്റെ? സിഗ്മ an എന്ന സീരീസിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കൺവേർജസ് ടു S എന്നല്ലേ? Then therefore thus corresponding series ഏത് സീരീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർഷ്യൽ സം സീക്വൻസ് ആണ് Sn? സിഗ്മ an. കറസ്പോണ്ടിങ് സീരീസ് സിഗ്മ an കൺവെർജസ് ടു S. ശരിയല്ലേ? ഇതല്ലേ പറഞ്ഞ, ഇതല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞ. നമ്മൾ എവിടെയും തുടങ്ങി? സീരീസ് ബി കെ കൺവെർജൻസിന് തുടങ്ങി. എവിടെ എത്തി? സീരീസ് an നമ്മൾ എ കെ കുഴപ്പമില്ല, കാര്യമില്ല. സീരീസ് എ കെ കൺവെർജൻസ് ആയല്ലോ. അപ്പോൾ വലിയ സീരീസ് കൺവെർജ് ചെയ്താൽ ചെറിയ സീരീസ് കൺവെർജ് ചെയ്യും. തിരിച്ചാണെങ്കിൽ എഴുതി കഴിഞ്ഞോ? അടുത്ത് എനിക്കൊന്ന് ഇതൊക്കെ എഴുതി കാണും. ഈ പേജ് എഴുതിയിട്ടുണ്ടോ? അപ്പോൾ വലിയ സീരീസ് കൺവെർജ് ചെയ്താൽ ചെറിയ സീരീസ് കൺവെർജ് ചെയ്യും. നമ്മൾ മോണോട്ടോൺ കൺവെർജൻസ് തിയറമാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ആണെങ്കിൽ കോഷീസ് വെച്ചും ചെയ്യാൻ പറ്റും. കോഷീസ് ക്രൈറ്റീരിയ വെച്ച് ഇതേ സാധനം ചെയ്യാൻ പറ്റും. പ്രൂഫ് അപ്പൊ ഇവിടെ ഒരു സീരീസ് ആണ്. സീരീസ് കൺവെർജ് എന്ന് അസ്യൂം ചെയ്തപ്പോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർഷ്യൽ സം സീക്വൻസ് കൺവെർജ് എങ്കിലല്ലേ സീരീസ് കൺവെർജ് ആവുള്ളൂ. അപ്പോ ഒരു സീക്വൻസ് ടിയിലോട്ട് കൺവെർജ് ചെയ്യുന്ന എടുത്താൽ ഈ സീക്വൻസിന്റെ പ്രത്യേകത ഈ സീക്വൻസ് മോണോട്ടോണിക് ഇൻക്രീസിംഗ് ആണ്. പിന്നെ ഇത് കൺവെർജന്റ് സീക്വൻസ് ആയതുകൊണ്ട് ബൗണ്ടഡ് സീക്വൻസ് ആണ്. ബൗണ്ടഡ് സീക്വൻസ് ആയതുകൊണ്ട് മോണോട്ടോണിക് അപ്പർ ബൗണ്ട് ഉണ്ട്, ലോവർ ബൗണ്ട്. അപ്പൊ എന്തായാലും അപ്പർ ബൗണ്ട് ഉണ്ടെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ സീക്വൻസ് Tn ഇൻക്രീസിംഗ് ആണ്. സീക്വൻസ് Tn അപ്പർ ബൗണ്ട് ഉണ്ട്. അതുകൊണ്ട് സീക്വൻസ് Tn ലീസ്റ്റ് അപ്പർ ബൗണ്ടിലോട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് മോണോട്ടോൺ കൺവെർജൻസ് തിയറം നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ Tn എന്ന സീക്വൻസിന്റെ സുപ്രീമോ ആയിരിക്കും ഈ സീക്വൻസ് Tn ടിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നെങ്കിൽ നമുക്ക് കിട്ടുന്നത് ടി സുപ്രീമോ. ടി സുപ്രീമോ ആണെങ്കിൽ എല്ലാ Tn സീക്വൻസിലെ എല്ലാ എലമെന്റ്സിനേക്കാളും വലുതാണ് സുപ്രീമോ ടി. ഇനി ഇവിടെ Tn-നേക്കാളും ചെറുതാണ് Sn. നമ്മുടെ ഇവിടുത്തെ ബേസിക് ക്രൈറ്റീരിയ ആണ്. ഇപ്പൊ Sn ലെസ് ദാൻ അല്ലെങ്കിൽ Tn ലെസ് ദാൻ അല്ലെങ്കിൽ T ആണ്. ഈ Tn അങ്ങനെ ഒഴിവാക്കിയാൽ Sn ഇതിനിടയ്ക്കുള്ള Tn അങ്ങ് ഒഴിവാക്കിയാൽ
എസ് എൻ ലെസ് ദാൻ ഈക്വൽ ടു ടി എൻ ലെസ് ദാൻ ഈക്വൽ ടു ടി എന്ന് പറഞ്ഞാൽ എസ് എൻ ലെസ് ദാൻ ഈക്വൽ ടു ടി എന്ന് പറഞ്ഞാൽ രണ്ട് സെയിം അല്ലേ? സീക്വൻസ് എസ് എൻ ബൗണ്ടഡ് എബോവ് അല്ലെ? ഇതിന്റെ മീനിങ് എന്താ? എസ് എൻ എന്ന സീക്വൻസിലെ എല്ലാ എലമെന്റ്സും ടിനെക്കാളും ചെറുതോ ഈക്വൽ ആണ് എന്ന് വെച്ചാൽ ടി ഇതിന്റെ ഒരു അപ്പർ ബൗണ്ട് ആവും എന്ന് വെച്ചാൽ ഈ എസ് എൻ എന്ന സീക്വൻസ് ഒരു ബൗണ്ടഡ് എബോവ് സീക്വൻസ് ആവും. ഇനി ഒരു കാര്യം തന്നിട്ടുണ്ട്, നമുക്കറിയാം സീക്വൻസ് എസ് എൻ ഇൻക്രീസിംഗ് ആണെന്ന് അറിയാം. ഇൻക്രീസിംഗ് ആണ്, ബൗണ്ടഡ് എബോവ് ആണ്, അപ്പോൾ സീക്വൻസ് എസ് എൻ കൺവേർജ് ചെയ്യും. അങ്ങോട്ട് കൺവേർജ് ചെയ്യും, സുപ്രീമത്തിലോട്ട് കൺവേർജ് ചെയ്യും. ആരുടെ? എസ് എൻ. അടുത്ത രണ്ടാമത്തെ എന്താ പറയണേ? സെക്കൻഡ് എന്താ പറയണേ? സെക്കൻഡ് എന്താണ്? സെക്കൻഡ് എന്താ? അടുത്ത രണ്ടാമത്തെ എന്താ പ്രൂവ് ചെയ്യണ്ടേ? എ കെ ഡൈവർജൻസ് സീരീസ് സപ്പോസ് സീരീസ് സിഗ്മ എ കെ ഡൈവർജൻസ്. Suppose the infinity series sigma ak diverges. ചെറിയ സീരീസ് ഡൈവർജ് ചെയ്യുന്ന അസ്യൂം ചെയ്യാം. സെക്കൻഡ് പാർട്ട് ഫസ്റ്റിന്റെ കോൺട്രാ പോസിറ്റീവ് അല്ലേ സർ? അങ്ങനെ പറയാം. അപ്പോ ഇത് കൺവേർജ് ചെയ്താൽ ഇത് കൺവേർജ് ചെയ്യുന്നു. അപ്പോൾ ഇത് കൺവേർജ് ചെയ്തില്ലെങ്കിൽ ഇത് കൺവേർജ് ചെയ്യുന്നില്ല. ഓക്കെ, അത് പറഞ്ഞാൽ മതി. അപ്പോ സെക്കൻഡ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സീരീസ് ഡൈവർജ് ചെയ്യുന്നുവെങ്കിൽ ഈ ചെറിയ സീരീസ് ഡൈവർജ് ചെയ്യുന്നുവെങ്കിൽ വലിയ സീരീസ് ഡൈവർജ് ചെയ്യുന്നതാണ്. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് വലിയ സീരീസ് ഇതിന്റെ കോൺട്രാപോസിറ്റീവ്. ഇതിന്റെ കോൺട്രാപോസിറ്റീവ് എന്താണ്? കോൺട്രാപോസിറ്റീവ് ഓഫ് one is if sigma ak കോൺട്രാപോസിറ്റീവ് ഇക്വാലന്റ് ആണല്ലോ. സിഗ്മ ak is not convergent, then sigma bk is not convergent. Not convergent എന്ന് പറഞ്ഞാൽ ഡൈവർജന്റ് ആണല്ലേ. That is, if sigma ak is divergent, then sigma bk is divergent. ഇത് മതി, പ്രൂഫ് ഇത് മതി. ഇനി ഇതിനെ കോഷീസ് ക്രൈറ്റീരിയ വെച്ച് പ്രൂവ് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ സാധനം തന്നെ. പിന്നെ നോക്കിയാൽ ഇപ്പോ discuss the convergence of test the convergence of the series sigma n is equal to 2 to infinity 1 by log n.
ഈ സീരീസ് ഇതിന്റെ കൺവർജൻസ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വി ഹാവ് ലോഗ് എൻ എന്നിനേക്കാളും ചെറുതായിരിക്കും അല്ലെ ഫോർ ഓൾ നാച്ചുറൽ നമ്പർ എൻ. ഏത് നാച്ചുറൽ നമ്പർ എടുത്താലും ലോഗ് എൻ എന്നിനേക്കാളും ചെറുതായിരിക്കും അല്ലേ. അപ്പോൾ ഇനി ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താലോ 1 log n ഗ്രേറ്റർ ദാൻ 1 n അല്ലേ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ 1 അല്ലെ. 1 എടുക്കുക, കാരണം ലോഗ് 1 0 ആണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ അതുകൊണ്ട് നമുക്കൊരു റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഡിനോമിനേറ്റർ 0 എന്ന് എക്സിസ്റ്റ് ചെയ്തില്ലല്ലോ. അപ്പോൾ 1 log n ഗ്രേറ്റർ ദാൻ 1 n. ദാറ്റ് ഈസ് 1 n ലെസ് ദാൻ 1 log n. രണ്ടിടത്തും സിഗ്മ കൊടുത്താലോ സിഗ്മ n is equal to 2 to infinity 1 n ലെസ് ദാൻ സിഗ്മ n is equal to 2 to infinity 1 log n. നോക്കട്ടെ, നമുക്ക് സിഗ്മ 1 n എന്ന സീക്വൻസിന്റെ പ്രത്യേകത എന്താ? സിഗ്മ 1 n എന്ന സീക്വൻസിന്റെ പ്രത്യേകത എന്താണ്? സിഗ്മ 1 n എന്ന സീക്വൻസിന്റെ പ്രത്യേകത എന്താ? സീരീസ് 1 n എന്താവും? സീരീസ് 1 n എന്താവും? ഡൈവേർജ് ചെയ്യും അല്ലെ. അപ്പോ ഇത് ചെറിയ സീരീസ് അല്ലേ. ചെറിയ സീരീസ് ഡൈവേർജ് ചെയ്യുന്നു. അപ്പൊ വലിയ സീരീസോ? ചെറിയ സീരീസ് ഡൈവേർജ് ചെയ്താൽ വലിയ സീരീസ് എന്താവും? ഇപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞല്ലേ ഉള്ളൂ കമ്പാരിസൺ ടെസ്റ്റ്. കമ്പാരിസൺ ടെസ്റ്റ് പറഞ്ഞാൽ എന്താ? വലിയ സീരീസ് കൺവേർജ് ചെയ്താൽ ചെറിയ സീരീസ് കൺവേർജ് ചെയ്യും. ചെറിയ സീരീസ് ഡൈവേർജ് ചെയ്താൽ വലിയ സീരീസ് ഡൈവേർജ് ചെയ്യും. ഇവിടെ ചെറിയ സീരീസ് 1 n എന്നല്ലേ. അപ്പൊ ഇത് നമുക്കറിയാലോ, അത് നമുക്കറിയുന്ന കാര്യമാണ്, നമ്മൾ ഓർത്ത് വെച്ചിരിക്കുന്ന സാധനമാണ്. എന്താ? വി ഹാവ് സിഗ്മ n is equal to 2 to infinity 1 n ഡൈവേർജസ് അല്ലേ, ഈസ് ഡൈവർജന്റ് സീരീസ് അല്ലെ. സിഗ്മ 1 n എന്ന സീരീസ് ഡൈവർജന്റ് സീരീസ് ആണ്. അപ്പൊ ചെറിയ സീരീസ് ഡൈവർജന്റ് ആയതുകൊണ്ട് വലിയ സീരീസും ഡൈവർജന്റ് ആയിരിക്കും. ഹെൻസ് ബൈ കമ്പാരിസൺ ടെസ്റ്റ് വലിയ സീരീസും ഡൈവേർജ് ചെയ്യും. സിഗ്മ n is equal to 2 to infinity 1 log n ഡൈവേർജസ്. ശരിയല്ലേ? ഇത് രണ്ടും പോസിറ്റീവ് സീരീസ് അല്ലേ. രണ്ടും പോസിറ്റീവ് സീരീസുകളാണ്, പോസിറ്റീവ് ടേംസ് ആണ് ഇവിടെ വരുന്ന സീക്വൻസിൽ എലമെന്റ്സ്. അപ്പോൾ ഒരാൾ മറ്റേ ആളെക്കാളും വലുതാണ്. ചെറിയ സീരീസ് ഡൈവേർജ് ചെയ്യുമെന്ന് നമുക്കറിയാം, അതുകൊണ്ട് വലിയ സീരീസും ഡൈവേർജ് ചെയ്യും. അപ്പോൾ ഈ സീരീസ് തന്നത് 1 log n എന്ന സീരീസ് ഡൈവേർജ് ചെയ്യും. 1 log n എന്ന സീരീസ് ഡൈവേർജ് ചെയ്യും. Test the convergence of the series. Test the convergence of the series. Sigma n is equal to 1 to infinity mod sin n divided by n square. Mod sin n divided by n square. The mod sin n by n square എന്ന സീരീസ് ആണ് തന്നിരിക്കുന്നത്. നമുക്കറിയാലോ, വി ഹാവ് മോഡുലസ് ഓഫ് സൈൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലേ. എക്സിന് ഏത് റിയൽ നമ്പർ കൊടുത്താലും. കാരണം എന്താ? സൈൻ എക്സിന്റെ മോഡുലസ് വാല്യൂ, സൈൻ എക്സിന്റെ വാല്യൂ -1 ഇടയ്ക്ക് കിടക്കും. അപ്പൊ സൈൻ എക്സിന്റെ മോഡുലസ് വാല്യൂ -1 ചെറുതായിരിക്കുമല്ലോ. അപ്പോൾ ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് മോഡ് പോസിറ്റീവ് അല്ലേ എടുക്കുള്ളൂ. അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സൈൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഞാൻ ഇതിന്റെ രണ്ടിന്റെ അടിയിൽ ഡിനോമിനേറ്ററിൽ n സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താലോ, ഡിവൈഡിങ് ബൈ n സ്ക്വയർ. അപ്പൊ എന്താവും?
0 by n square less than or equal to mod sin x. Sin a. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, സൈൻ എക്സ് അല്ലേ ഫോർ എവറി റിയൽ നമ്പർ എക്സ് അല്ലേ, ഫോർ ഓൾ എക്സ്. നമുക്കിവിടെ നാച്ചുറൽ നമ്പർ മതിയല്ലോ. ദാറ്റ് ഈസ് മോഡ് സൈൻ എൻ ലെസ് ദാൻ ആർ ഈക്വൽ ടു 1 ഫോർ എൻ എലമെന്റ് ഓഫ് നാച്ചുറൽ നമ്പർ. ഇവിടെ നാച്ചുറൽ നമ്പറിന്റെ ആവശ്യമുള്ളൂ, മൊത്തം റിയൽ നമ്പേഴ്സിന്റെ ആവശ്യമില്ല. അപ്പോ ഞാൻ ഡിവൈഡിങ് ബൈ എൻ സ്ക്വയർ ചെയ്താൽ എന്താവും? ഡിവൈഡിങ് ബൈ എൻ സ്ക്വയർ ചെയ്താൽ എന്താവും? ഇവിടെ മോഡ് സൈൻ എൻ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ, മോഡ് സൈൻ എൻ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ ലെസ് ദാൻ ആർ ഈക്വൽ ടു 1 ബൈ എൻ സ്ക്വയർ അല്ലേ, ശരിയല്ലേ? ഫോർ ഓൾ എൻ ഇൻ എൻ. നമ്മൾ ക്ലാസ് തുടങ്ങിയ ഒന്നാമത്തെ സീരീസിന്റെ ക്ലാസ്സിൽ രണ്ടാമത്തെ ക്ലാസ്സിന് രണ്ടാമത്തെ ക്ലാസ്സിനാണെന്ന് തോന്നുന്നു, അതായത് ഫസ്റ്റ് ക്ലാസ്സിന് 1 ബൈ എൻ സ്ക്വയർ എന്ന സീരീസ് എനിക്ക് തോന്നുന്നു ആദ്യം ചെയ്ത പ്രോബ്ലം ഇതാണെന്ന് തോന്നുന്നു. 1 ബൈ എൻ സ്ക്വയർ എന്ന സീരീസ് കൺവെർജ് ചെയ്യുമെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പി ടെസ്റ്റ് ഉണ്ട്, അത് വെച്ചും പറയാം. നമ്മൾ ആ ടെസ്റ്റ് പഠിച്ചില്ല, ഞാൻ റേഷ്യോ ടെസ്റ്റ് അങ്ങോട്ട് പോകുമ്പോഴേ പറയുള്ളൂ. അപ്പൊ ഈ സീരീസ് നമുക്കിതറിയാം. വി ഹാവ്, നിങ്ങൾ സിഗ്മ അങ്ങനെ അപ്ലൈ ചെയ്യണ്ട. വി ഹാവ് സിഗ്മ 1 ബൈ എൻ സ്ക്വയർ ഈസ് കൺവെർജന്റ് നമ്മൾ എഴുതി വെച്ചിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. സീരീസിന്റെ ഒന്നാമത്തെ ക്ലാസ് ചെയ്തതാണ്. സിഗ്മ 1 ബൈ എൻ സ്ക്വയർ ഈസ് കൺവെർജന്റ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സീരീസ് കൺവെർജന്റ് ആയതുകൊണ്ട് ഈ സീരീസും എന്തായിരിക്കും? വലിയ സീരീസ് കൺവെർജന്റ് ആണെങ്കിൽ ചെറിയ സീരീസും കൺവെർജന്റ് ആയിരിക്കുമല്ലോ. ഹെൻസ് by comparison test, ചെറിയ സീരീസ് hence by comparison test ചെറിയ സീരീസ് വലിയ സീരീസ് കൺവെർജന്റ് ആയതുകൊണ്ട് ചെറിയ സീരീസും കൺവെർജന്റ് ആയിരിക്കും. അല്ലേ, ശരിയാണോ? ഞാനിത് അബ്സല്യൂട്ട് കൺവെർജൻസ് പറയുമ്പോൾ വീണ്ടും വരും ഈ ക്വസ്റ്റ്യൻ തന്നെ, ഇതേ ക്വസ്റ്റ്യൻ തന്നെ എടുക്കും. അപ്പോഴേ എളുപ്പമായോ? അപ്പോ ഈ പറഞ്ഞ തിയറത്തിനെ നിങ്ങൾക്ക് സാധൂകരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. എന്താ? വലിയ സീരീസ് കൺവെർജ് ചെയ്താൽ ചെറിയ സീരീസ് കൺവെർജ് ചെയ്യും, ചെറിയ സീരീസ് ഡൈവേർജ് ചെയ്താൽ വലിയ സീരീസ് ഡൈവേർജ് ചെയ്യും. ഓക്കെ, എക്സാമ്പിളിലൂടെ മനസ്സിലായുള്ള കാര്യം അല്ലേ? ഇവിടെ ഈ സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമില്ല, ഈ സ്റ്റെപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ചെറിയ സീരീസ് ഡൈവേർജ് ചെയ്യും, അതുകൊണ്ട് വലിയ സീരീസും ഡൈവേർജ് ചെയ്യും. അപ്പോ write the proof of comparison test using Cauchy's criteria. Cauchy's criteria ഉപയോഗിച്ചിട്ട് കമ്പാരിസൺ ടെസ്റ്റിന്റെ പ്രൂഫ് എഴുതിയാലോ? Cauchy's criteria ഉപയോഗിച്ചിട്ട് കമ്പാരിസൺ ടെസ്റ്റിന്റെ പ്രൂഫ് എഴുതാൻ എങ്ങനെ? അപ്പോ Cauchy നമ്മുടെ കമ്പാരിസൺ ടെസ്റ്റ് എന്താണ്? suppose sequence AK and sequence BK are two non-negative sequences
two non-negative sequences such that ak less than or equal to bk for all k in the natural number set. ak less than or equal to bk, then if the series sigma ak converges, so sigma bk converges, വലിയ series converge ചെയ്യണം. sigma bk converges, then sigma ak converges. Second, if the series sigma ak diverges, then sigma bk also diverges. രണ്ട് നോൺ നെഗറ്റീവ് സീക്വൻസ് ആണ്. ഇത് ഇപ്പൊ കമ്പാരിസൺ ടെസ്റ്റിന് സ്റ്റേറ്റ്മെന്റ് എഴുതിയുള്ളൂ. അവരെന്ത് വെച്ച് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു? കോഷി ക്രൈറ്റീരിയ വെച്ച് ഉപയോഗിക്കാൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് അസ്യൂം സിഗ്മ ബി കെ കൺവർജസ്. സിഗ്മ ബി കെ കൺവർജസ് ആണെങ്കിൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? സിഗ്മ ബി കെ കൺവർജൻസ് ആണെങ്കിൽ then by Cauchy's criteria, ഒരു സീരീസ് കൺവർജൻ ആണെങ്കിൽ എന്ത് എഴുതാം? then by Cauchy criteria പറയുന്നത് എന്താ? then by Cauchy criteria there exists given epsilon greater than 0, there exists a natural number capital N, a natural number capital N എന്ന സെറ്റിലെ എലമെന്റ് such that whenever n greater than or equal n greater than m greater than or equal to n, follows that Cauchy's criteria എന്തേ? ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞല്ലോ എന്താ? മോഡുലസ് ഓഫ് am plus 1 plus modulus of am plus 2 etc plus modulus of am plus 1 am plus 2 etc an less than epsilon. Any given an less than or equal to bn, ഇത് ആരാണ് നമ്മൾ പറഞ്ഞത്? ബി കെ അല്ലേ? അപ്പൊ ഇവിടെ എ ഒന്നല്ല ബി ഒന്നല്ലേ വരുള്ളൂ. ശരിയല്ലേ? ബി എം പ്ലസ് 1 ബി എം പ്ലസ് 2 എക്സെട്ര ബി എൻ, ഈവൻ എ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എൻ, which implies for all n, that is modulus of an less than or equal to modulus of bn. കാര്യം എന്താണ്ട്? മോഡുലസ് ഓഫ് എൻ ഇതെല്ലാം പോസിറ്റീവ് സീരീസ് ആണ്, പോസിറ്റീവ് സീക്വൻസിൽ എലമെന്റ്സ് ആണ്. എനും ബി എനും ഒക്കെ പോസിറ്റീവ് ആണ്, ടേംസുകളെല്ലാം പോസിറ്റീവ് ആണ്. പോസിറ്റീവ് അല്ലെങ്കിൽ സീറോ നോൺ നെഗറ്റീവ് ആണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നെഗറ്റിവിറ്റി വന്നാൽ പണിയാവും. an less than or equal to mod an less than or equal to mod b, that is mod am plus 1 less than or equal to mod bm plus 1 comma modulus of am plus 2
less than or equal to mod bm plus 2 etc. modulus of an less than or equal to bn. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? സീരീസ് an ഈസ് കൺവർജന്റ് സീരീസ് എന്നല്ലേ പ്രൂവ് ചെയ്യണ്ടേ? സീരീസ് an കൺവർജന്റ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് പ്രൂവ് ചെയ്താൽ മതി? സീരീസ് an കൺവർജന്റ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് പ്രൂവ് ചെയ്താൽ മതി? കോഷീസ് ക്രൈറ്റീരിയ വെച്ച് എന്ത് പറഞ്ഞാൽ മതി? സീരീസ് ഓഫ് am plus 1 plus am plus 2 modulus of am plus 1 plus modulus of am plus 2 plus etc. plus an less than epsilon for all n comma m അല്ലേ? അപ്പോൾ ഇനി ഇത് കണ്ടീഷൻ പറഞ്ഞാൽ ഈ കണ്ടീഷൻ കൊണ്ട് പ്രൂവ് ചെയ്താൽ മതിയല്ലോ. ഈ കണ്ടീഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഈ കണ്ടീഷന്റെ ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യുക. ഈ കണ്ടീഷന്റെ ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യുക. എന്താണ്? കൺസിഡർ modulus of am plus 1 plus am plus 2 plus am plus 3 plus etc. plus an. By triangular inequality എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ extension of triangular inequality നമുക്ക് എന്ത് ചെയ്യാം? modulus of am plus 1 is plus am plus 2 plus etc. plus an less than or equal to modulus of am plus 1 plus modulus of an plus 2 plus etc. plus modulus of an. Okay. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താ? ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല, ഇപ്പൊ അങ്ങനെ വേണമെന്നില്ല. ഇത്രയും വിശാലമായിട്ടൊന്നും എഴുതുന്നുണ്ട്. നമുക്ക് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്കിയാൽ മതി. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇത് എഴുതാം. ബി എം പ്ലസ് 1 ഇത് ഓരോന്നും ഇങ്ങനെയല്ലേ? ബി എം പ്ലസ് 1 പ്ലസ് ബി എം പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് ബി എം ബി എൻ അല്ലേ? ശരി, ഇത് മതി. ഇത് മതിയല്ലോ. ഇനി ഇത് ലെസ് ദാൻ എപ്സിലോൺ തന്നിരിക്കുകയല്ലേ? യൂസിങ് 1. അപ്പൊ കാർഷീസ് ക്രൈറ്റീരിയ വെച്ച് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയല്ലോ. എന്താണ്? modulus of am plus 1 plus etc. plus an less than epsilon. Therefore, series an is convergent by Cauchy's criteria. ഇതിന്റെ കോൺട്രാപോസിറ്റ് വെച്ച് മറ്റൊന്നും ചെയ്യാലോ. അപ്പൊ ഇങ്ങനെയും ചെയ്യാം. പ്രൂഫ് ഏത് വേണോ ചൂസ് ചെയ്യാം. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം. അത് എക്സസൈസിൽ അങ്ങനെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. Next theorem. Cauchy condensation test. Cauchy condensation test. Cauchy's condensation test. എന്താണ് കണ്ടൻസേഷൻ ടെസ്റ്റ് പറയണം? സപ്പോസ് ഇവിടെ അങ്ങനെ suppose sequence bn is decreasing, monotonic decreasing, and
സാറ്റിസ്ഫൈങ് ഡിക്രീസിങ് ആണ് ആൻഡ് സാറ്റിസ്ഫൈ bn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0. അത് ഇവിടെ എന്താവണം പോസിറ്റീവ് സീക്വൻസ് ആണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ കമ്പാരിസൺ ടെസ്റ്റ് പറഞ്ഞപ്പോൾ അവിടെ പോസിറ്റീവ് ടേംസ് എടുത്തു, നോൺ മീൻസ് പോസിറ്റീവ് എന്ന് പറയാനില്ല, നോൺ നെഗറ്റീവ് ടേംസ് എടുത്തു. ഇവിടെയും പറയണ്ടല്ലോ നോൺ നെഗറ്റീവ് ആയിരിക്കണം, bn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ആയിരിക്കണം for all. Then the series, then the infinity series sigma bn converges, sigma bn converges if and only if the series converges if and only if the series sigma bn converges if and only if the series 2 raised to n into b 2 raised to n സഫിക്സ് ആണ്, b n ന് പകരം 2 raised to n കൊടുത്തതാണ്, 2 raised to n into b 2 raised to n. The series sigma bn converges if and only if the series sigma, ഇവിടെ sigma n is equal to 1 to infinity bn, ഇവിടെ sigma n is equal to 0 to infinity, കാരണം ഇവിടെ bn n 0 കൊടുക്കുമ്പോൾ b1 കിട്ടുമല്ലോ, അവിടെ 1 to infinity, ഇവിടെ 0 to infinity b 2 raised to n converges. എന്ന് വെച്ചാൽ സിഗ്മ ബി എന്നും സിഗ്മ 2 raised to n b 2 raised to n ഒരുപോലെ ബിഹേവ് ചെയ്യുന്നതാണ്. സീരീസ് ബി എന്നും സീരീസ് 2 raised to n into b 2 raised to n, എന്നിന് പകരം 2 raised to n. ആക്ച്വലി ഇതേ സീരീസാ, ഈ സീരീസ് എങ്ങനെ ഇരിക്കും, 2 raised to 0 into b into 2 raised to 0, that is 2 raised to 0 1 അല്ലേ, b into 2 raised to 0 ആര് b1, ഇപ്പൊ b1 പ്ലസ് അടുത്ത് 2 കൊടുക്കുമ്പോ അല്ല എന്നിന് 1 കൊടുക്കാം, 0 into 1 കൊടുക്കുമ്പോ b into 2b2, 2 കൊടുക്കുമ്പോഴോ 4b4 അല്ലെ, പ്ലസ് എന്നിന് 3 കൊടുത്താലോ 8b8 പ്ലസ് 16b16 എക്സെട്ര. അതായത് ഈ സീരീസും ഒരുപോലെ ബിഹേവ് ചെയ്യുന്നതാണ്. സിഗ്മ എൻ ബി എന്നും സിഗ്മ ബി എന്നും സിഗ്മ 2 raised to n b 2 raised to n ഉം കൺവെർജ് ചെയ്യും. ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ ഒന്നാമത്തെ രണ്ടുപേരും ഒരുപോലെ ബിഹേവ് ചെയ്യുന്നു മനസ്സിലാക്കിയാൽ മതി. ഒന്ന് കൺവെർജ് ചെയ്താൽ അടുത്തതും കൺവെർജ് ചെയ്യും, ഒന്ന് ഡൈവേർജ് ചെയ്താൽ അടുത്തതും ഡൈവേർജ് ചെയ്യും. അപ്പോ ഡിക്രീസിങ് ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്ന് സീക്വൻസ് ബി എൻ എന്തായിരിക്കണം, ഡിക്രീസിങ് ആയിരിക്കണം. രണ്ട് ബി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ആയിരിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഡിക്രീസിങ് ആണ് ബി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ആണെങ്കിൽ സിഗ്മ ബി എൻ കൺവെർജ് ചെയ്യുന്നുവെങ്കിൽ അങ്ങോട്ടുണ്ട് സിഗ്മ 2 raised to n b 2 raised to n കൺവെർജ് ചെയ്യും. അപ്പോൾ സിഗ്മ ബി എൻ എന്ന സീരീസ് കൺവെർജ് ചെയ്താൽ സിഗ്മ 2 raised to n b 2 raised to n കൺവെർജ് ചെയ്യും. സിഗ്മ 2 raised to n b 2 raised to n കൺവെർജ് ചെയ്താൽ സിഗ്മ ബി എൻ കൺവെർജ് ചെയ്യും. അപ്പൊ രണ്ട് കണ്ടീഷൻസേ ഉള്ളൂ. ഒന്ന് ഡിക്രീസിങ്
സീരീസ് ഡിക്രീസിങ് ആയിരിക്കണം അല്ലെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീക്വൻസ് സീരീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീക്വൻസ് ഡിക്രീസിങ് എന്ന് പറയണം. അല്ലാതെ ഈ സീരീസ് ഇൻക്രീസിങ് ആയിരിക്കും അല്ലെ, പോസിറ്റീവ് സീരീസ് ആയതുകൊണ്ട് ഇൻക്രീസിങ് ആയിരിക്കും. സീക്വൻസ് ഡിക്രീസിങ് ആണ്, സീരീസ് വരുമ്പോ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം വരുമ്പോൾ ഇൻക്രീസിങ്, സീരീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ഇൻക്രീസിങ് ആയിരിക്കും, അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ സീരീസ് എന്താണ്, ഈ സീക്വൻസ് ഡിക്രീസിങ് ആണ്. ഈ സീക്വൻസ് പ്രൂഫ് നമ്മള് suppose first ആദ്യം ഞാൻ ഇത് എഴുതാം. suppose that first part, suppose that sigma n is equal to 0 to infinity 2 raised to n b 2 raised to n converges എടുക്കുക. ഈ സീരീസ് കൺവെർജ് ചെയ്യുന്ന എടുക്കുകയാണ്. സിഗ്മ 2 raised to n b 2 raised to n. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പാർഷ്യൽ സം സീക്വൻസും കൺവെർജ് ചെയ്യുമല്ലോ. ഞാൻ ഈ പാർട്ടാണ് അസ്യൂം ചെയ്യുന്നത്. ഇത് then the partial sum sequence in the partial sum sequence tk converges. അപ്പോൾ ഈ സീരീസ് കൺവെർജ് ചെയ്താൽ അതിന്റെ പാർഷ്യൽ സം സീക്വൻസ് tkയും കൺവെർജ് ചെയ്യും. ഒരു സീക്വൻസ് കൺവെർജ് ചെയ്താൽ അത് ബൗണ്ടഡ് ആയിരിക്കുമല്ലോ. ആൾസോ സീക്വൻസ് tk ബൗണ്ടഡ്. ഒരു സീക്വൻസ് കൺവെർജ് ചെയ്ത ആ സീക്വൻസ് ബൗണ്ടഡ് ആയിരിക്കും, തിരിച്ചു വരൂല അല്ലെ. ബൗണ്ടഡ് ആണെങ്കിൽ കൺവെർജന്റ് ആവണമെന്നില്ല, പക്ഷെ കൺവെർജന്റ് ആണെങ്കിൽ ബൗണ്ടഡ് ആയിരിക്കും. ഇപ്പോൾ tk കൺവെർജന്റ് ആയതുകൊണ്ട് tk എന്ന സീക്വൻസ് ബൗണ്ടഡ് ആയിരിക്കും. ആക്ച്വലി നമ്മൾ tk എന്താണ് ഇവിടെ here t1 is equal to എന്താണ് b1. what is t2? b1 plus 2b2. what is t3? b1 plus 2b2 plus b3 ആരാ? t3 ആരാ? ആദ്യത്തെ 3 ടേം വരും അല്ലേ. b1 plus 2b2 plus 4b4 ഇങ്ങനെ പോണം. അപ്പോ ജനറൽ ആയിട്ട് പറഞ്ഞാൽ ടി എൻ എങ്ങനെ ഇരിക്കും, tk എങ്ങനെ ഇരിക്കും? ഇവിടെ 3 വന്നല്ലേ. അപ്പോൾ tk എങ്ങനെ വരും? hence tk is equal to ആരാ? ആദ്യം 2 raised to tk is equal to b1 plus 2b2 plus 2 square b3 അല്ലോ, 2 square b2 square അല്ലേ, b4 plus etc plus 2 raised to k b2 raised to k. ഇതാണ് tk. ഈ സീക്വൻസിൽ ഓരോ ടേംസും ഇങ്ങനെ ഇരിക്കും, കാരണം പാർഷ്യൽ സം സീക്വൻസ് ആണ്, അതുകൊണ്ട് ടേംസുകളെല്ലാം ഇങ്ങനെ ഇരിക്കും.
അപ്പോ തൊട്ടു മുന്നേ ടി കെ ബൗണ്ടഡ് എന്ന് എഴുതി. ടി കെ ബൗണ്ടഡ് ആയതുകൊണ്ട് സിൻസ് സീക്വൻസ് ടി കെ ഇസ് ബൗണ്ടഡ്, ഇവിടെ ബൗണ്ടഡ് സീക്വൻസിന് എന്താണ് ബൗണ്ടഡ് സീക്വൻസ് ഡെഫിനിഷൻ? ബൗണ്ടഡ് സീക്വൻസ് ഡെഫിനിഷൻ എന്താ? then there exist ആര് ഒരു m എന്ന പോസിറ്റീവ് നമ്പർ such that m greater than or equal to m greater than 0 എടുക്കുള്ളൂ അല്ലേ? such that ടി കെ ബൗണ്ടഡ് ആകുമ്പോൾ ടി കെയിലെ ആൾക്കാരെല്ലാം ഒരു ഫിക്സഡ് നമ്പറിനെക്കാളും ചെറുതോ ഈക്വൽ ആയിരിക്കും. ആക്ച്വലി നമ്മൾ മോഡുലസ് ആണ് പറയുന്നത് അല്ലെ? മോഡുലസ് ഓഫ് ടി കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ കെ ലെസ് ദാൻ കെ എലമെന്റ് ഓഫ് നാച്ചുറൽ നമ്പർ അല്ലെ? ദാറ്റ് ഈസ് ഇവിടെ ടി കെ പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എടുക്കാമല്ലോ, മോഡുലസിന് പോലെ ഇങ്ങനെ എടുക്കാമല്ലോ. ടി കെ പോസിറ്റീവ് അല്ലേ? തന്നിരിക്കുന്ന സീരീസ് പോസിറ്റീവ് സീരീസ് ആണ്, അതിന്റെ പാർഷ്യൽ സം അപ്പോൾ പോസിറ്റീവ് ആയിരിക്കും. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ട അവിടെ? നമ്മൾ എന്ത് അസ്യൂം ചെയ്തിട്ട് എന്ത് പ്രൂവ് ചെയ്യാനുള്ള ലക്ഷ്യത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ? സിഗ്മ 2n ബി 2n കൺവെർജസ് എന്ന് അസ്യൂം ചെയ്തിട്ട് സിഗ്മ bn കൺവെർജസ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കണേ. അപ്പോ സിഗ്മ ആര് കൺവെർജൻസ് എന്ന് പറയണം? സിഗ്മ bn കൺവെർജൻസ് എന്ന് പറയണം. സിഗ്മ bn കൺവെർജൻസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സിഗ്മ 2n ബി 2n പാർഷ്യൽ സം സീക്വൻസ് ആണ് ടി കെ ആയിട്ട് എടുത്തിരിക്കുക. അപ്പൊ ഞാന് സിഗ്മ bn കൺവെർജൻസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് bn പാർഷ്യൽ സം സീക്വൻസ് എടുക്കാം. ആ bn പാർഷ്യൽ സം സീക്വൻസ് ബൗണ്ടഡ് ആവുകയും bn പാർഷ്യൽ സം സീക്വൻസ് ബൗണ്ടഡ് ആകുകയും bn അല്ലെ സിഗ്മ bn അത് ഇൻക്രീസിങ് ആണല്ലോ. സിഗ്മ ബി ഇവിടെ ശ്രദ്ധിക്കണം, bn എന്ന സീക്വൻസ് ആണ് ഡിക്രീസിങ്. ഇവിടെ bn എന്ന സീരീസിന്റെ പ്രത്യേകത എന്താണ്? ഈ സീരീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർഷ്യൽ സം സീക്വൻസ് ഇൻക്രീസിങ് ആയിരിക്കും. അപ്പോ ലെറ്റ് സീക്വൻസ് Sn be the partial sum sequence of Sn be the partial sum sequence of a sequence, partial sum sequence of the series, partial sum sequence of the infinite series sigma bn. അതൊക്കെ നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ bn ആണ് bk ആണ് bn. ഓക്കെ, കെയിലൊന്നും കാര്യമില്ല, നാച്ചുറൽ നമ്പേഴ്സ് കൊടുത്ത് പോകണം. Sn be the partial sum sequence of the series sigma bn. അപ്പൊ ക്ലിയർലി എനിക്ക് എന്ത് പറയാം? എനിക്ക് ഇനി Sn ബൗണ്ടഡ് Sn സീരീസ് സിഗ്മ bn കൺവെർജന്റ് എന്ന് പ്രൂവ് ചെയ്യണ്ടേ? സീരീസ് സിഗ്മ bn കൺവെർജന്റ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി അതിന്റെ പാർഷ്യൽ സം സീക്വൻസ് ബൗണ്ടഡ് എബോവ് ആണെന്നും ഇൻക്രീസിംഗ് ആണെന്നും പറഞ്ഞാൽ മതിയല്ലോ. ഇത് ഇൻക്രീസിംഗ് ആണെന്ന് പറയാൻ വളരെ എളുപ്പമാണ്, കാരണം bn ഇവിടെ എല്ലാം പോസിറ്റീവ് ആണ്. bn പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് ഇൻക്രീസിംഗ് ആയിരിക്കും അല്ലെ? given bn greater than or equal to 0, which implies the sequence Sn is a partial increasing, the partial sum sequence Sn is an increasing sequence. Sn is an increasing sequence. എന്തുകൊണ്ടെന്ന് മനസ്സിലായല്ലോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാം പോസിറ്റീവ് ആണ് അല്ലേ? സീക്വൻസ് Sn പാർഷ്യൽ സം സീക്വൻസ് ആണ്, bn എല്ലാം പോസിറ്റീവ് ആണ്, അതുകൊണ്ട് Sn ഇൻക്രീസിങ് സീക്വൻസ് ആണ്. അപ്പൊ നോക്കിയേ, Sn ഇൻക്രീസിങ് സീക്വൻസ് ആയി. എനിക്ക് Sn എന്ന സീക്വൻസ് കൺവെർജന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്റെ ലക്ഷ്യം. Sn ഇൻക്രീസിങ് ആയി, ഇനി മോണോട്ടോണിക് കൂടി കാണിക്കണം അല്ലെ? മോണോട്ടോണിക് ഇൻക്രീസിങ് സീക്വൻസ് ആയി, ഇനി എന്ത് കാണിക്കണം? ബൗണ്ടഡ് കൂടി കാണിക്കണം.
അപ്പൊ എസ് എൻ എന്ന സീക്വൻസ് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണോടെ സീരീസ് ബി എൻ കൺവർജൻ എന്ന് പ്രൂവ് ചെയ്യണം. സീരീസ് ബി എൻ കൺവർജൻ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി അതിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എസ് എൻ എടുത്തു. എസ് എൻ എന്തെന്ന് പ്രൂവ് ചെയ്യാൻ മതി ഇൻക്രീസിങ് എസ് എൻ ഒരു സീരീസ് കൺവർജൻ എന്ന് പ്രൂവ് ചെയ്യുന്നതിന് പോലെ ആ സീക്വൻസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കൺവർജൻ എന്ന് പറഞ്ഞാൽ പോലെ. അപ്പോ സീക്വൻസ് ആണ് സീക്വൻസ് ഒരു സീക്വൻസ് കൺവർജൻ എന്ന് പറയാൻ അതൊരു മോണോട്ടോണിക് ഇൻക്രീസിങ് ആണെന്നും മാത്രം പറഞ്ഞാൽ പോരല്ലോ. മോണോട്ടോണിക് ഇൻക്രീസിങ് ബൗണ്ടഡ് എബോവ് ആണെങ്കിലല്ലേ കൺവർജന്റ് ആവുള്ളൂ. അപ്പൊ ഇനി അടുത്ത എന്റെ ഉദ്ദേശം ഈ സീക്വൻസ് ബൗണ്ടഡ് ആണെന്ന് പ്രൂവ് ചെയ്യാം. എസ് എൻ എന്ന സീക്വൻസ് ബൗണ്ടഡ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ബൗണ്ടഡ്നെസ് പ്രൂവ് ചെയ്യാൻ ശ്രദ്ധിക്കണം. എസ് എം ഇസ് ഈക്വൽ ടു B1 പ്ലസ് B2 പ്ലസ് അല്ലെ എസ് എം എങ്ങനെ എസ് എൻ എന്ന് വെച്ചാൽ B1 പ്ലസ് B2 പ്ലസ് അങ്ങനെ പോവാ. അപ്പൊ എസ് എം എന്ന് വെച്ചാൽ B1 പ്ലസ് B2 പ്ലസ് B3 പ്ലസ് എക്സെട്ര പ്ലസ് BM. ഇതിലെ എസ് എം സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ആണ്. അടുത്ത് ഫിക്സ് ഇത് ബൗണ്ടഡ് എന്ന് കാണിക്കാനുള്ള പണിയാണ്, അത് ഓർത്തു വെക്കണം. ഫിക്സ് എം ആൻഡ് ലെറ്റ് കെ ഇവിടെ let m and fix m and let k be a large k be large enough such that m less than or equal to 2 raised to k plus 1 minus 1. 2 raised to k plus 1 minus 1 നെക്കാളും ചെറുതോ ഈക്വൽ ആയിട്ടുള്ള m ഫിക്സ് ചെയ്യാം. Then sm less than or equal to അല്ലെ S1 less than or equal to S2 ആണ്, S2 less than or equal to S3 ആണ്, അങ്ങനല്ലേ പോവാ. അപ്പൊ SM less than or equal to S2 raised to ആരാ 2 raised to k plus 1 minus 1. SM less than or equal to S2 raised to k, ശ്രദ്ധിച്ചോളാം 2 raised to k plus 1 ഇവിടെ അല്ല മൈനസ് 1 എങ്കിൽ പിന്നെ നമ്മൾ 2 raised to k എന്നല്ലേ എഴുതുള്ളൂ. അങ്ങനെയല്ല 2 raised to k plus 1 minus 1 എന്നാണ്. SM less than or equal to S raised to 2 S 2 raised to k plus 1 minus 1. Consider S 2 raised to k plus 1 minus 1 എന്താണ് S k raised to 2 raised to k plus 1 minus 1 S എന്നാന്ന് വെച്ചാൽ B1 മുതൽ BN വരെയുള്ള ആൾക്കാരുടെ സം. അപ്പോ S 2 raised to k plus 1 minus 1 എന്ന് വെച്ചാൽ ഏത് മുതൽ ഏത് വരെയുള്ള B1 plus B2 plus B3 plus etc plus B2 raised to k അങ്ങനെ പോവാ. B1 B2 B3 അങ്ങനെ പോവാ. B1 B2 B3 B4 B5 B6 B7 plus etc plus B2 raised to k അടുത്ത് B2 raised to k plus 1 plus etc plus B2 raised to k plus 1 minus 1. ശ്രദ്ധിച്ചാ
എന്നിന്റെ പ്ലേസിൽ ബി 2k+1 -1 വന്നു മുകളിൽ ഈ ഇക്വേഷനില് എന്നിന്റെ പ്ലേസിൽ 2k+1 -1 വന്നെന്ന് അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിനെ ഇനി ഗ്രൂപ്പ് ചെയ്യാണേ. അപ്പോ എസ് 2k+1 -1 is equal to b1 plus b2 plus b3 plus b4 plus b5 plus b6 plus b7. ആദ്യം രണ്ടുപേരെ ഒരാളെ ഗ്രൂപ്പ് ചെയ്യും, പിന്നെ രണ്ടാൾക്കാര്, പിന്നെ നാലാൾക്കാര് പ്ലസ് b8 പ്ലസ് എക്സെട്രാ പ്ലസ് b2 അല്ല b2k plus etc plus b2k+1 -1. ഇതിനെയും ഗ്രൂപ്പ് ചെയ്തു. ഇവിടെ മുതൽ അങ്ങോട്ട് ആദ്യം എത്ര ടൈംസ് എടുത്തു? ഒരേ ടൈം. അടുത്ത് 2 ടൈംസ്, അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് 4 ടൈംസ്. 1 2 4, അടുത്ത് 2:0, 2:1, 2:1, 2:1, 2 സ്ക്വയർ, അടുത്ത് 2 ക്യൂബ്, 2:4 എക്സെട്ര. ഇവിടെ 2 എത്ര ടൈംസ്? 2k+1 -1 ടൈംസ് 2k ടൈംസ്. കമ്പയർ ചെയ്യുന്ന ടൈംസ് നോക്കി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഇവിടെ നമ്മുടെ സീരീസ് പോകുന്നത് എങ്ങനെയാണ്? b1 അല്ല, ഇപ്പൊ നോക്കിയ ഞാനിവിടെ എസ് 2k+1 -1 ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ b1, അടുത്ത് രണ്ടിടത്തും b2 പ്ലസ് b3 രണ്ടിടത്തും b2 കൊടുത്തു. അടുത്ത് b4 പ്ലസ് b5 പ്ലസ് b6 എല്ലായിടത്തും ഞാൻ b4 കൊടുത്തു. b4 പ്ലസ് b4 പ്ലസ് b4 പ്ലസ് b4. ശരിയാണ്. ഇത് ഡിക്രീസിങ് സീക്വൻസ് ആണ്, ശ്രദ്ധിക്കണം. ഡിക്രീസിങ് എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്, bn ഡിക്രീസിങ് സീക്വൻസ് ആയതുകൊണ്ട് bn ഡിക്രീസിങ് സീക്വൻസ് ആയതുകൊണ്ട് b3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു b2 ആയിരിക്കും. ഡിക്രീസിങ് അല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തത്. അതുപോലെ തന്നെ b5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു b4 ആയിരിക്കും. b6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു b4 ആയിരിക്കും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്ത് കൊടുത്തു? ആർക്കൊക്കെ കൊടുത്തു? ആർക്കൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേ? സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, എന്താ ചേഞ്ച്? ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞു. ഇവിടെ b1 തന്നെയാണ്, ഈ b2 അവിടെ തന്നെയാണ്, പക്ഷെ b3 വരെ b2 കൊടുത്തു. ഇവിടെ ഈ 4 ടേംസിലും എല്ലായിടത്തും b4 കൊടുത്തു. പ്ലസ് ബാക്കി എഴുതുന്നില്ല, പ്ലസ് എക്സെട്ര പ്ലസ്. ഇനി ഇവിടെ ലാസ്റ്റ് എത്ര ടൈംസ് ഉണ്ട്? ലാസ്റ്റ് 2k ടേംസ് ഉണ്ട്. 2k ടേംസിന് ഞാൻ എന്ത് കൊടുക്കുന്നു? b2k പ്ലസ് b2k പ്ലസ് എക്സെട്ര പ്ലസ് b2k. എല്ലാ ടൈംസിനും എന്ത് കൊടുത്തു? b2k. കണ്ട? അപ്പൊ എന്തായി? നമുക്ക് ആൻസറിൽ കൊണ്ട് എത്തിക്കാനുള്ള പണിയാണ്. s2k s2k -1 പ്ലസ് 1 അങ്ങനെയല്ലേ? s2k k+1 -1 k+1 -1 k+1 -1
എല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു B1 മാത്രം അവിടെ എഴുതി പ്ലസ് B2 2 പ്രാവശ്യമുണ്ട് 2B2 അല്ലെ. അടുത്ത് B4 4 പ്രാവശ്യമുണ്ട് 4B4 പ്ലസ് എക്സെട്ര പ്ലസ് B2k പ്രാവശ്യമുണ്ട്. അപ്പൊ 2k B2k മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ആ സ്ട്രക്ചറിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. എടോ ഇതാരാണ്? ഇതാ ഈ കാണുന്ന ആള് TK അല്ലേ? B1 പ്ലസ് 2B2 പ്ലസ് 2 സ്ക്വയർ B4 പ്ലസ് എക്സെട്ര പ്ലസ് 2k BK എന്ന് പറയുന്നത് ആരാ? TK അല്ലേ? അപ്പോ this is equal to TK. So that is S2k plus 1 minus 1 less than or equal to TK. ഇനി TK എന്താണെന്ന് അറിയാം. TK എന്താണ്? TK കൺവേർട്ട് ചെയ്യുന്ന സീക്വൻസ് അല്ലേ? TK കൺവേർട്ട് ചെയ്യുന്ന സീക്വൻസ് ആണെങ്കിൽ TK ബൗണ്ടഡ് ആണല്ലോ അല്ലെ? TK ബൗണ്ടഡ് ആണ്. നമ്മൾ TK TK ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എടുത്തിട്ടില്ലേ? അപ്പൊ നമുക്ക് എന്തെടുക്കാം? ഇവിടെ TK ലെസ് ദാൻ ഓർ ഈക്വൽ ടു ചെയ്യാം. So that is S2k plus 1 minus 1 less than or equal to M. അപ്പോ S raised to 2k plus 1 minus 1 less than or equal to M. Hence എനിക്ക് എന്ത് പറയാം? The sequence SM is hence the sequence SM is bounded. ഇത് SM എന്ന സീക്വൻസ് നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്? SM എന്ന സീക്വൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്തുവാ? SM എന്ന സീക്വൻസ് ഇൻക്രീസിങ് ആണ് ണ്ടാ. ഇവിടെ SN എന്നാണ് അല്ലെ? ശരി. SN എന്ന സീരീസ് ഇൻക്രീസിങ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. അടുത്ത് ഇവിടെ നമുക്ക് എന്ത് കിട്ടി? SN എന്ന സീക്വൻസ് ബൗണ്ടഡ് ആണ്. ബൗണ്ടഡ് എബോ ആണ് അല്ലെ? അപ്പർ ബൗണ്ട് ഉണ്ടല്ലോ M. അതിന്റെ സബ് സീക്വൻസിന് അപ്പർ ബൗണ്ട് ഉണ്ടല്ലോ. അപ്പൊ സീക്വൻസ് SN ബൗണ്ടഡ് എബോ എന്ന് കിട്ടി. അപ്പൊ സീക്വൻസ് SN ഇൻക്രീസിങ് ആണ്, സീക്വൻസ് SM ബൗണ്ടഡ് എബോ ആണ്. ദാറ്റ് ഈസ് സീക്വൻസ് SN ഈസ് ഇൻക്രീസിങ് ആൻഡ് ബൗണ്ടഡ് എബോ. ഇൻക്രീസിംഗും ആണ് ബൗണ്ടഡ് എബോ ആണ്. ഇൻക്രീസിംഗും ബൗണ്ടഡ് എബോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ സീക്വൻസ് ഇൻക്രീസിംഗും ബൗണ്ടഡ് എബോ ആണെങ്കിൽ എന്ത് പറയാടെ? Thus sequence SN is convergent. ഒരു സീക്വൻസ് കൺവർജന്റ് ആയല്ലോ. അപ്പോ സീക്വൻസ് കൺവർജന്റ് ആണെങ്കിൽ ഈ സീക്വൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് ഏത് പാർഷ്യൽ സം സീക്വൻസ് ആണ് അല്ലെ? പാർഷ്യൽ സം സീക്വൻസ് ആണ്. ആരുടെ? സിഗ്മ BN ന്റെ സീരീസ് BN ന്റെ പാർഷ്യൽ സം സീക്വൻസ് ആണ്. ഈ പാർഷ്യൽ സം സീക്വൻസ് ആണ് എന്തോന്നായത്? കൺവർജന്റ് ആയത്. ഹെൻസ് എനിക്ക് എന്ത് പറയാം? ഹെൻസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീരീസ് സിഗ്മ BN കൺവർജസ്. ശരിയായല്ലോ. അപ്പോ വളരെ പ്രധാനപ്പെട്ടതാണ്. കോഷീസ് കണ്ടൻസേഷൻ ടെസ്റ്റില് BN ഡിക്രീസിംഗുമാണ്, BN ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ സീരീസ് BN കൺവേർട്ട് ചെയ്താൽ സീരീസ് 2n B2n കൺവേർട്ട് ചെയ്യും. സീരീസ് 2n B2n കൺവേർട്ട് ചെയ്താൽ സീരീസ് BN കൺവേർട്ട് ചെയ്യും. വളരെ പ്രധാനമാണ്. ഇതിലിപ്പോ നമ്മൾ ഒരു പാർട്ടാണ് പ്രൂവ് ചെയ്തത്. ഏതാ? സീരീസ് 2n B2n കൺവേർജ് എന്നാണെന്ന് അസ്യൂം ചെയ്തിട്ട് സീരീസ് BN കൺവേർജ് എന്നാണെന്ന് പ്രൂവ് ചെയ്യും. ഇനി തിരിച്ചു ചെയ്യണം.